എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഞാൻ മാത്രം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഇത്തിരി വൈകിപ്പോയി ട്ടോ. ഇതിൻ്റെ ഒരു വേറൊരു സ്റ്റൈല് റെസിപ്പി എഗ്ഗ് കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഈ റെസിപ്പിയിലേക്ക് പോയാലോ? അപ്പം ഇതിങ്ങനെ വീഡിയോസ് വെറുതെ കണ്ടാലും മാത്രം പോരാ, ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കുക. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 തക്കാളിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇച്ചിരി ഒരു ചെറിയ പീസ് സവാള കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും, എരിവിന് ആവശ്യമായ പച്ചമുളക് അതും കൂടി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. മീഡിയത്തിലിട്ടിട്ട് അടച്ച് വെക്കുക. ഒന്ന് ആവി കയറി അതൊന്ന് വെന്ത് കഴിയുമ്പം ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും സ്കിന്നൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇങ്ങനെ കണ്ടാൽ മാത്രം പോരാ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ആ തക്കാളിയുടെയും സവാളയുടെയൊക്കെ ആ വെള്ളമൊക്കെ അതിൽ നിന്ന് അങ്ങോട്ട് ഊറി വരും. അപ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് മുട്ട, നിങ്ങൾക്ക് എത്ര മുട്ടയാണോ വേണ്ടത് അത്രയും മുട്ട ഉടഞ്ഞു പോവാതെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇളക്കാനൊന്നും പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ചീസാണ് ഇതിലിടുന്നത്. ഞാൻ ചീസല്ല, ഞാൻ ഫ്രഷ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്നൊരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒന്ന് തൂക്കി കൊടുക്കുക. അടച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ ഒരു പണിയുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 5 മിനിറ്റ് പോലും വേണ്ട. അപ്പം അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കുക, വിട്ടുപോകരുത്. കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. കണ്ടോ? അപ്പം എല്ലാവരും ഈ വൈറൽ റെസിപ്പി ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.